ഡാവിഞ്ചി റിസോൾവിൽ ഇതുപോലെ പിക്ചർ ഇൻ പിക്ചർ എഫക്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫുൾ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്ന വീഡിയോ താഴെയായിട്ടും നമ്മൾ എഫക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വീഡിയോ അതിന് മുകളിലായിട്ടും പ്ലേസ് ചെയ്യുക ഇതേപോലെ. എന്നിട്ട് ഇവിടെ എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും എഫക്ട്സ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്യുന്നിടത്ത് ഷേപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് സർക്കിൾ എന്നൊരു എഫക്റ്റ് കാണാൻ പറ്റും. അതിനെ വലിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഈ ഒരു എഫക്റ്റ് ചെയ്യേണ്ട വീഡിയോ ഏതാണോ അതിന് മുകളിൽ വിട്ടുകൊടുക്കുക. ഇനി നിങ്ങൾ എഫക്റ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് സർക്കിൾ എന്നുള്ള ആ ഒരു എഫക്റ്റ് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് പതുക്കെ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ആസ് മാസ്ക് എന്ന് കാണാം. അത് ഡിസേബിൾഡ് ആയിരിക്കും, അത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തപ്പോൾ എന്ത് പറ്റി, നമ്മൾ ആ ഒരു എഫക്റ്റ് വലിച്ചിട്ട വീഡിയോ ആ ഒരു സർക്കിളിനകത്തായി അല്ലേ. ഇനി നമുക്കിതിനെ പൊസിഷൻ ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വയ്ക്കണം. അതിനായിട്ട് ഇവിടെ തന്നെ നമുക്ക് സെൻറ്റർ എക്സ് വൈ അത് കഴിഞ്ഞിട്ട് സൈസ് എന്ന് പറഞ്ഞിങ്ങനെ ഓപ്ഷൻ കാണാം. ഇതുപയോഗിച്ചാണ് നമ്മളിതിനെ ഇനി അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു സെൻറ്റർ എന്ന് എഴുതിയിട്ട് എക്സ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ, ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റൗണ്ട് ഇടതോട്ടും വലതോട്ടും ഇങ്ങനെ നീങ്ങുന്ന കാണാം. അതുപോലെ ഈ ഒരു വൈയിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം സ്വാഭാവികമായിട്ടും മുകളിലോട്ടും താഴോട്ടും ആയിരിക്കും ഇത് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണോ ഇരിക്കേണ്ടത് അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത ശേഷം നോർമലി നമ്മുടെ വീഡിയോ എങ്ങനെയാണോ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിലും ചെയ്യണം. ഇത് നമ്മളിവിടെ വീഡിയോ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കറക്റ്റ് ഈ സർക്കിളിനകത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യാം. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ആയിട്ട് ട്രാൻസ്ഫോമിൻ്റെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, അത് ഡിസേബിൾ ആയിരിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആവും. അപ്പോൾ ഇവിടെ സെലക്ഷൻ വരും. എന്നിട്ട് ഈ ഒരു കോർണറിലുള്ള പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് പതുക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചെറുതായി വരും. അതിനുശേഷം നമ്മൾ പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റൗണ്ടിനകത്ത് നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കി ചെറുതാക്കിയൊക്കെ വെച്ച് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കിയതിനെ. ഇനി നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുതാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്ന് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ വരുത്താൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഡാവിഞ്ചി റിസോൾവിൽ ഈ ഒരു പിക്ചർ ഇൻ പിക്ചർ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് ചെയ്യാനായിട്ട്. ഇതിൽ തന്നെ നമുക്കിനി ആനിമേഷനും ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഫുൾ സ്ക്രീനായിട്ട് വരാനും തിരിച്ചു പോകാനും ഒക്കെ നമുക്കിത് ഇവിടെ എഫക്ട്സിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കീകളുണ്ടല്ലോ, ഈ കീ ഉപയോഗിച്ച് നമുക്കിതിനെ വലുതാക്കാനും ചെറുതാക്കാനും വീണ്ടും സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ ഈ ഒരു കീ ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.